എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. ഞാൻ ഈ കറുത്തവായം ശിവക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. 1975 മുതൽ ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. 1999 നമ്മളിവിടെ ഒരു ദേവപ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ ദേവപ്രശ്നത്തിൽ ഈ ക്ഷേത്രത്തിന് സുമാർ 750 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ആ ദേവപ്രശ്നത്തിനോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തിട്ട് 99 ഇവിടെ ഭൂപ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഗണപതി, ശാസ്താവ്, പിന്നെ നാഗങ്ങൾ, ഇങ്ങനെ 3 പ്രതിഷ്ഠ പിന്നീട് ഒന്നാണ്. അതിന് പുറമെ 2010 മുതൽ ഇവിടെ 6 കൊല്ലം ശിവപുരാണം, അതിനുശേഷം നമ്മളെ സപ്താഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 7 വർഷം സപ്താഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2023 നടക്കും. അങ്ങനെ 13 കൊല്ലത്തോളമായി. അതിലൊരു 2000 കോവിഡിൻ്റെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സപ്താഹം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത് ഇവിടെ 1999 പ്രശ്നം കഴിഞ്ഞതിന് ശേഷം 2009 നവീകരണ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്, പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നം നടത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ അടുത്ത് തന്നെ നടത്താനുള്ള തീയതി തന്ത്രിയെടുത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് പിൻവിളക്ക്, പൂവളമാല, ധാര, വിളക്ക്, നെയ്വിളക്ക്, ശിവനെങ്കിൽ ശ്രീരുദ്രൻ ധാര, പിന്നെ സൂക്ത പുഷ്പാഞ്ജലികൾ, കരഹോമം, പിന്നെ മൃത്യുഞ്ജയഹോമം നടത്തുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന് പ്രത്യേകമായിട്ടുള്ള പായസത്തോടുള്ള പൂജകൾ, അതേമാതിരി ഗണപതിക്ക് പ്രത്യേകമായിട്ട് ഒറ്റപ്പം എന്നുള്ള വഴിപാടുണ്ട്. ശാസ്താവിനുണ്ട്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള ശിവരാത്രി ആഘോഷമാണ് ഗംഭീരമാക്കിയിട്ട് നടക്കൽ. അതിൽ നമ്മൾ പറയെടുപ്പ് എന്നുള്ള ചടങ്ങ് നടത്തലുണ്ട്. അതിന് പുറമെ കർക്കിടക മാസത്തിലെ രാമായണ മാസാചാരമുണ്ട്, രാമായണ പാരായണമുണ്ട്. അതിന് പുറമെ പ്രതിഷ്ഠാദിനം വിതനത്തിലെ പുണർന്ന നക്ഷത്രത്തിലാണ് എല്ലാ കൊല്ലം നടത്തുന്നത്. അതിൻ്റെ പുറമെ ഡിസംബർ 2ാം ശനി അഖണ്ഡനാമം വളരെ ഗംഭീരമായി നടത്തുന്ന ക്ഷേത്രമാണ്. പിന്നീട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തലുണ്ട്, സപ്താഹം നടത്തലുണ്ട്. അതിൻ്റെ പുറമെ നിറപുത്തിരി ഉത്സവം നടത്തലുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഒരുവിധ എല്ലാ ചടങ്ങുകളും ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പ്രദോഷ പൂജ മാസത്തിൽ 2 പ്രാവശ്യം നടത്തലുണ്ട്. ആ പ്രദോഷ പൂജയിൽ ദീപാരാധനയ്ക്ക് ശേഷം നാമജപം നടത്തലുണ്ട് സ്ഥിരമായിട്ട്. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്. ഞാൻ ക്ഷേത്രത്തിലെ ഒരു കഴക ജീവനക്കാരൻ കൂടിയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ മാതൃസമിതി പെട്ട അംഗങ്ങളാണ്. എൻ്റെ പേര് കോമളം. ഞാൻ മാതൃസംഘ സമിതിയിലെ ഒരു അംഗമാണ്. ഇവിടെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഈ അമ്പലത്തിൽ വരലും പൂവലുമായിട്ട് അങ്ങനെ ഉള്ളൊരു ആളാണ്. കർക്കിടക മാസത്തിൽ രാമായണ വായനയുണ്ട്. പിന്നെ പ്രദോഷ ദിവസം നാമജപമുണ്ട്. ശിവരാത്രി അതിഗംഭീരമായിട്ട് നടത്തും.
പിന്നെ പഞ്ചാക്ഷരി മന്ത്രം രാവിലെ 6:30 തൊട്ട് വൈകുന്നേരം 6:30 വരെ പഞ്ചാക്ഷരി മന്ത്രം ഉണ്ട്. പല പ്രധാന പൂജകളുണ്ട്, നടത്തലുണ്ട്.